ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ രൂപപ്പെട്ട സ്ഫോടനാത്മകമായ അവസ്ഥ തുടരുകയാണ്. ഹനിയയുടെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലെബനൻ സായുധ സേന ഹിസ്ബുള്ളയും യമൻ്റെ സായുധ സേന ഹൂതികളും ഹമാസും യോഗം ചേർന്നുവെന്ന റിപ്പോർട്ടുകളും അതിനിടയിൽ പുറത്തു വരികയാണ്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. മറ്റു രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനൊപ്പം റഷ്യയും ചേരുന്നതായി അതിനിടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ആയുധങ്ങളുമായി റഷ്യൻ വിമാനം ഇറാനിലേക്ക് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയോ അമേരിക്കയോ പ്രതികരിച്ചിട്ടില്ല. അമേരിക്ക പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സേനാവിന്യാസം ശക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. സഖ്യരാജ്യമായ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ പ്രതിരോധിക്കാനാണ് അമേരിക്കയുടെ നീക്കം. അതിനിടെ ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാൻ അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ ഇറാനിലെ മുതിർന്ന ഇൻ്റലിജൻസ് ഓഫീസർമാർ, സൈനിക ഓഫീസർമാർ, ടെഹ്റാനിലെ സൈനികരുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ ഉൾപ്പെടെ 12-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 31-ന് ഹനിയ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഇറാൻ്റെ നടപടി. ഹനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന ആവശ്യമാണ് ഇറാനിൽ ഉയർന്നത്. ഹനിയുടെ കൊലപാതകത്തിൽ ഇറാനിലെ ജൂതന്മാരും പ്രതിഷേധവുമായി രംഗത്തു വന്നു. ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ ഉചിതമായ മറുപടി നൽകണമെന്നും ജൂതന്മാർ പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മറ്റ് ലോകരാജ്യങ്ങളും ഇസ്രായേലിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർത്തുമ്പോഴും ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. സിറിയയിലെ ഡമാസ്കസ് ബെയ്റൂത്ത് പാതയിൽ വാഹനത്തിന് നേരെ ഇസ്രായേൽ ഡ്രോണാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടും അതിനിടെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഹമാസിൻ്റെ സൈനിക മേധാവി മുഹമ്മദ് ദായിഫിനെ വധിച്ചതായും ഇസ്രായേൽ സേന ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. ഇത് മേഖലയിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2021 ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ 7 വധശ്രമങ്ങളെയാണ് ദായിഫ് അതിജീവിച്ചിരുന്നത്. ഈ ആക്രമണങ്ങളൊന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടമായിട്ടുണ്ട്. ദായിഫിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ മർവാൻ ഇസയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയ്ക്കായി ടെഹ്റാൻ സർവകലാശാലയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയാണ് നേതൃത്വം നൽകിയത്. ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ആയിരങ്ങളെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഖത്തറിലാണ് ഇസ്മായിൽ ഹനിയയുടെ ഖബറടക്കം നടക്കുന്നത്. ഗസയിലെ ഹമാസ് മേധാവി യഹിയ സിൻവാർ, സൈനിക കമാൻഡർ മുഹമ്മദ് ദായിഫ്, സൈനിക ഉപമേധാവി മർവാൻ ഇസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രായേലിൻ്റെ അവകാശവാദം വെച്ച് നോക്കുമ്പോൾ യഹിയ സിൻവാർ ഒഴികെയുള്ള ഉന്നതരെ ഇസ്രായേൽ ഇതിനകം വകവരുത്തി കഴിഞ്ഞു.